വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പള്ളുരുത്തി വരെ പോവാൻ കേട്ടോ. ഇവനാണെങ്കിൽ ആഗസ്റ്റ് 15 ഒരു ഡാൻസിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇതേ കോസ്റ്റ്യൂം നോക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അതേ കടയൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ്സിന് പകരം എനിക്ക് പട്ടം മതി എന്നാണ് ഇവൻ പറയണത്. ആ കടയിൽ മുഴുവൻ പട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അവിടെ അവൻ പട്ടമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവൻ്റെ കോസ്റ്റ്യൂം വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ കോസ്റ്റ്യൂമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇന്ത്യയിലെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ തീമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഗുജറാത്തിൻ്റെ കോസ്റ്റ്യൂമായിരുന്നു വേണ്ടത്. അങ്ങനെ ദേ ഞങ്ങൾ അതൊക്കെ ഓർഡർ കൊടുത്ത് തിരിച്ചു പോന്നിട്ടാ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ദേ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മുഴുവൻ ദേ മണി ബോക്സിൻ്റെ കാര്യമാണല്ലോ പറയണത്. ഞാനും ഒരെണ്ണം ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അങ്ങനെ പൈസ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെയാണ് കേട്ടോ ഇത് പൂപ്പൽ പിടിക്കുന്ന കാര്യം അറിഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ മണി ബോക്സൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നിട്ടാ. എൻ്റെ മണി ബോക്സ് ആണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു തരി പൂപ്പൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് പെട്ടി തുറന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പുക പോലെയാണ് കേട്ടോ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ നോട്ടിലേക്കൊന്നും കയറി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും മണി ബോക്സ് വാങ്ങി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കണം, നല്ലതായിരിക്കും കേട്ടോ.